ഡോക്ടറെ ഞാന് ഞാൻ പറഞ്ഞല്ലോ അസുഖം യോഗ മാറിയോ? എന്തോ അസുഖം മാറിയോ? അസുഖം മാറി, പക്ഷെ ഇപ്പോഴും ആ ഒരു ചുമയും ആ ഒരു വീസിങ്ങിന്റെ ഒരു പ്രശ്നവും. വീസിങ് ഉണ്ടായിരുന്നില്ല, അതൊക്കെ പക്ഷെ വന്നില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. തിരുവനന്തപുരത്തൊക്കെ ഹൈലി പൊല്യൂട്ടഡ് അല്ലേ? അതുകൊണ്ടല്ല, എനിക്ക് ഈ കൊറോണയുടെ വാക്സിനേഷന് ശേഷം കിട്ടിയ ഒരു സംഗതിയാണിത്. നല്ല സിറ്റുവേഷൻ ആണെങ്കിൽ അത് പുറത്തു വരില്ല. പരിസ്ഥിതി കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോ ഈ പറഞ്ഞതുപോലെ ഒരു യാത്രയിൽ എന്തൊക്കെയോ കുറെ പഠിച്ചു, പക്ഷെ ഒന്നും ഒരു ലക്ഷ്യത്തിൽ എത്താൻ കഴിയുന്നില്ല. അപ്പം നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ എത്ര ഡെഡിക്കേറ്റഡ് ആണ്, എത്ര ഇൻവോൾവ്ഡ് ആണ്, അത് ഒരു കാര്യത്തിൽ ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ മെഡിറ്റേഷൻ. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവിംഗ് ആണ് ചിലർക്ക് മെഡിറ്റേഷൻ, ചിലർക്ക് കുക്കിംഗ് ആണ്, ചിലർക്ക് ചെണ്ടകൊട്ടലാണ്, ചിലർക്ക് പാടലാണ്, ചിലർക്ക് ക്ലാസ് എടുക്കലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിലും ഇതേപോലെ ചെയ്യാൻ പറ്റും. ഒരുവിധം എല്ലാ കാര്യത്തിലും എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഗെയിംസിലൊന്നും ഇഷ്ടമുള്ള ആളൊന്നുമല്ല, പക്ഷേ ഏതെങ്കിലും ഒരു കോർട്ടിൽ പോയിട്ട് രണ്ടാൾ പക്ഷേ വാ കളിക്കുന്നു പറഞ്ഞാൽ അപ്പച്ചാടും. ഓക്കെ, ഗ്രൗണ്ട് ടെന്നീസ് ഇതുവരെ കളിക്കാത്ത ആളാണ്. ലുക്ക് അറ്റ് ഗ്രൗണ്ട് ടെന്നീസ് US ഡോക്ടർ ടിപ്പേഴ്സ്, ഞാൻ അവിടെ കളിക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, നമ്മളത് നോക്കുമ്പോൾ നമുക്കറിയാം കളിക്കാന്ന് പറഞ്ഞാൽ കളിക്കാത്ര. അപ്പൊ ഡോക്ടർ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, എന്നെ കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ വീണ്ടും അത് തന്നെ പറയും. അതൊക്കെ പടപടാന്ന് മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ കേട്ടോ ഡോക്ടർ. ഇത് റെക്കറന്റ് ആയിട്ട് ഞാൻ സത്യം മടുത്ത്, എനിക്ക് മെഡിസിൻ കഴിച്ച് എനിക്ക് മടുത്ത്. നിങ്ങൾ എന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ, അൺഡിഫൈൻഡ് ഡിസീസസ് എന്നാ പറയുന്നത്. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് വരുന്നത് ഈ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചിലർക്ക് ചെയ്യാൻ പറ്റും. അത് ഓവർ ബേർഡൻ ആകുമ്പോൾ ഉണ്ടാവുന്ന ടയർഡ്നെസ് ആണ്. അപ്പോൾ നല്ലപോലെ ശരീരവും മനസ്സും അതിന് ഒരുക്കണം. അതുകൊണ്ടാണ് ഞാൻ മറ്റു മേഖലകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഇപ്പം ഈ ഹോളിസ്റ്റിക് സെന്റർ എന്നുള്ള നിലയിലേക്ക് ഞാൻ ചിന്തിച്ചത് അതുകൊണ്ടാണ്. ഞാൻ ഈ റേക്കിയും പ്രാണികളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. മറ്റാരെങ്കിലും സഹായം കൊണ്ട് വേണം എനിക്കത് ചെയ്തു കൊടുക്കാൻ. അല്ല, നിങ്ങളൊക്കെ വലിയ ധൈര്യവാന്മാരാ. എന്നോടൊക്കെ അങ്ങനെ തുടങ്ങാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, ഞാൻ ചെയ്യില്ല. അതെനിക്ക് നല്ല ധൈര്യമില്ല. എനിക്ക് വേറെ എൻ്റെ ഫോക്കസ് അതിലല്ല, അതാണ് എൻ്റെ കുഴപ്പം. അല്ല, ഇതിപ്പോ എനിക്ക് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ ഡോക്ടറെ. എനിക്ക് ജീവിത മാർഗമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ ഇങ്ങനെയുള്ള ഈ അസുഖം എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് ഡോക്ടർ. ഞാൻ മാനസികമായിട്ട് വല്ലാതെ അല്ല, ഈ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ഈ കഫോ കോൾഡോ ഒക്കെ മാറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ, കാരണം അന്ന് കോവിഡിന്റെ വാക്സിനേഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഒന്നെന്താ വെച്ചാല്, കോവിഡിന്റെ വാക്സിനേഷൻ എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളെ സാധാരണ ജലദോഷം എന്നാ പറയാ. ജലത്തിനല്ല ദോഷം നമുക്കാ. അപ്പോ ആ സമയത്ത് ധാരാളമായിട്ട് പേഷ്യൻസിനോട് ഈവൻ മാസ്ക് പോലും വെക്കാണ്ട് വളരെ അടുത്ത് തന്നെ നിന്നിട്ട് അവർക്ക് ഈ പഥ്യവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ ഡോക്ടർ, എനിക്ക് കാര്യമായ ഒരു അസുഖവും അതിന് മുമ്പ് വന്നിട്ടില്ല. ഇതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്റെ ടോട്ടലി എന്റെ അപ്പിയറൻസ് തന്നെ മാറിപ്പോയി എന്നുള്ളത്. അല്ല, പോസിബിൾ ആണ്. പലർക്കും ഉണ്ടായിട്ടുണ്ട്. പലർക്കും മാസീവ് ആയിട്ടുള്ള പ്രോബ്ലംസും അസുഖങ്ങൾ കണ്ടിന്യൂസ് റെക്കറിംഗ് ആയിട്ട് വരും. കൂടുതലായിട്ട് അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. പോസിബിൾ ആണ്. അല്ല, എത്ര ക്രോണിക് ആണ് എത്ര ആണെന്നനുസരിച്ചിട്ടേ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുള്ളൂ. പക്ഷെ കുറച്ചൊരു അത് ഒഴിവാക്കിയാൽ കുറെയൊക്കെ ബാക്കി പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അത് കഴിഞ്ഞപ്പോ ഡോക്ടർ പറയും പ്രാണായാമം ചെയ്യരുത്. എന്ത് ചെയ്യുന്നു? ഇന്നത് ചെയ്യുന്നു. അപ്പൊ പ്രാണായാമം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ചെയ്യരുത്. അത് ഒന്നെന്താ വെച്ചാല്, ഈ പുറത്തുണ്ടാവുന്ന കുറേ നല്ല എൻവിറോൺമെന്റ് അല്ല. അപ്പൊ നമ്മൾ ഫോഴ്സിലി വലിക്കുന്ന സമയത്ത് കുറേ പൊടിപടലങ്ങൾക്ക് ഉള്ളിൽ പോകും. ചെറിയ ഫൈബ്രോസിസ് ഉള്ളവർക്ക് അത് വല്ലാണ്ട് കൂടും. ഈ പൊടിപടലങ്ങളുടെ പ്രശ്നങ്ങൾ നല്ലപോലെ ഉണ്ടാവും. ഓക്കെ, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. നല്ലപോലെ കർപ്പൂരാതി പുറത്ത് പുരട്ടാം. ഫ്രണ്ടിൽ പാടില്ല, ചെസ്റ്റിൽ പാടില്ല. നല്ലപോലെ ചൂട്. ലേഡീസിന് ചെസ്റ്റിൽ പാടില്ല. ടെൻഡർ ആയിട്ടുള്ള ഒരു ഭാഗത്തും പാടില്ല. കഴുത്തിനൊക്കെ പുരട്ടാം.
നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ശരീരം എക്സ്പാൻഡ് ആവും. സ്കിൻ എക്സ്പാൻഡ് ആകുമ്പോൾ പെരട്ടേ ഉള്ളിൽ പോവുള്ളൂ. അങ്ങനെ ഉള്ളിലേക്ക് പെരട്ടെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ബ്രത്ത് കിട്ടും. പിന്നെ മൃദ്യുഗാദി ലേഹ്യം. മൃദ്യുഗാദി മൃദ്യുഗാദി ലേഹ്യം രാത്രി ഒരു സ്പൂൺ കഴിച്ചിട്ട് അവസാനത്തെ ദിയ എന്നുള്ള ദി, ആദ്യം ദ, രാധയുടെ ദ. മൃദ്യുഗാദി ലേഹ്യം ഞാൻ അയച്ചുതരാം. മൃദ്യുഗാദി ലേഹ്യം രാത്രി ഒരു സ്പൂൺ കഴിക്കാം. കർപ്പൂരാദി തൈലം നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ബോഡി എക്സ്പാൻഡ് ആകുമ്പോൾ ആ വെള്ളം ഉള്ള സമയത്ത് തന്നെ പുരട്ടുക, അല്ലെങ്കിൽ വഴവഴാന്നിരിക്കും, എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിൽ വെറുതെ പുരട്ടുമ്പോൾ കുറേ എണ്ണ ഉപയോഗിക്കണം. ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളമാണെങ്കിൽ എക്സ്പാൻഡ് ആവും, എന്നിട്ട് പുരട്ടിയാൽ ഉള്ളിൽ പോവുകയും ചെയ്യും, കുറച്ച് എണ്ണ വേണ്ടു. കുറച്ച് പ്രാക്ടിക്കലായിട്ട് ലാഭിക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ല, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ എണ്ണ പറ്റി നേരെ അങ്ങോട്ട് കുളിക്കുക, അതെല്ലാം അങ്ങോട്ട് പോകും, ഉള്ളിലും കയറില്ല, ചെലവധികം ആവും. ഇത് പ്രത്യേകിച്ച് കോട്ടക്കലിന്റെയോ അങ്ങനെ എല്ലാത്തിലും കുറച്ച് കോൺസെൻട്രേഷനും കളർ ഡിഫറൻസും ഒക്കെ വരും. ഏതാണോ അവൈലബിൾ അത് ഉപയോഗിക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാത്തിലും ബേസിക് ആയിട്ട് കർപ്പൂരം തന്നെയാണ്. ഓക്കെ. അപ്പോ തിരക്കിനിടയിൽ ഇത്രയും സമയം എനിക്ക് തന്നത് തന്നെ വലിയൊരു സന്തോഷം. ഇല്ല, ഞാൻ തിരക്കിനിടയിലൊന്നുമില്ല. ഈ സമയം വേറെ ആരെങ്കിലും വിളിക്കും, 1-2 പേരായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് 2 മണിക്ക് നോക്കണം എന്നൊക്കെ പറയണത്. അപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കും, ഐ എം ബിസി, ഐ അപ്ഡേറ്റ് യു ലേറ്റർ. ഇതിൽ പേഴ്സണലായിട്ടുള്ള ഭാഗവും മസൂത്തിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി തിയറി പറഞ്ഞതും ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞതും മാത്രം സെപ്പറേറ്റ് ആയിട്ട് 3 ബിറ്റായിട്ട് ഇടും. അപ്പൊ കാണും, നമ്മളടുത്ത് തന്നെ കാണും. ഞാൻ അടുത്ത് വരാൻ പോകുന്ന ചാലക്കുടിയൊക്കെ ഉള്ളൂ. എറണാകുളത്ത് പ്രഭാഷകന്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട് 12-ാം തീയതി. 15-ാം തീയതി നിലമ്പൂർ ഒരു കോളേജിന്റെ കോൺവക്കേഷന്റെ ഗസ്റ്റാണ്, ഡിഗ്രി അവാർഡ് കൊടുക്കുന്നതിന്റെ പരിപാടിക്ക്. 19-ാം തീയതി ചാലക്കുടിയിൽ ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അവനവൻ്റെ വീട്ടിൽ എങ്ങനെ സ്കൂൾ തുടങ്ങാമെന്നുള്ളത് പഠിപ്പിക്കണം. അതിന് കുറച്ച് പേരുണ്ടാവും എന്നാണ് പ്രതീക്ഷ. ഒരു ക്ലാസ്സുകളൊക്കെ ആയിട്ട് നാട്ടിൽ ആരെങ്കിലൊക്കെ വിളിക്കും, ഇങ്ങനെ ചുറ്റി ഒരു റൗണ്ട് അടിച്ച് പിന്നെ തിരിച്ചു വരും. തിരുവനന്തപുരത്ത് അറിയിക്കും, എത്തും പറയാം. എൻ്റെ സ്റ്റാറ്റസിലുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഷെഡ്യൂൾ അടക്കം മിക്കവാറും കോണ്ടാക്ട് ചെയ്യുന്നവരെ ഞാൻ അറിയിക്കും. വരാം. അല്ല, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആക്കാം നമുക്ക്. ഞാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ നമുക്ക് പരിചയമുള്ള കുറച്ച് പേരൊക്കെ വരും. നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അല്ല, അത് ഇത് നടക്കുന്ന ഇപ്പം ഏതായാലും തുടങ്ങിയല്ലോ, നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പരിപാടി കണ്ടുപിടിക്കാം. നോ ഇഷ്യൂ. ഡോണ്ട് വറി. ശരി, ബൈ.